എല്ലാവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. വൈകുണ്ഠപതിയായ പരമാത്മാവ് ദശരഥപുത്രനായി അവതരിക്കുവാൻ ഉറച്ചപ്പോൾ ഭഗവാൻ സ്വയം സുരവരവന്മാരോട് സസന്തോഷം അരുളി ചെയ്തു. നമ്മുടെ അഭീഷ്ടമേകുവാൻ തയ്യാറായ സത്യസ്വരൂപൻ വീരവിഷ്ണുവിനെ സഹായിക്കുവാൻ തയ്യാറാവണം. മായാവിജ്ഞാനം, ശൗര്യം, മാരുത തുല്യവേഗം, നീതിയും ബുദ്ധിയുമൊത്ത് വിഷ്ണുതുല്യ പരാക്രമം, അവധ്യാത്വം, ഉപായജ്ഞാനം, സിംഹതുല്യ ശരീരം, സർവായുധ പ്രയോഗ സാമർഥ്യം എന്നിവയെല്ലാം ഒത്തുചേർന്നവരും അമരതുല്യവരുമായ വാനരന്മാരെ സൃഷ്ടിക്കുവിൻ. ഉത്തമാപ്സര സ്ത്രീകളിലും ഗന്ധർവാംഗനന്മാരിലും തുല്യവിക്രമികളായ കപിപുത്രന്മാർ ഉണ്ടാവട്ടെ. എൻ്റെ പുത്രൻ ഋക്ഷപുങ്കവനായ ജാമ്പവാൻ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോട്ടുവായിടുന്ന എന്നിൽ നിന്ന് പെട്ടെന്ന് പുറത്തു ചാടിയ ജാമ്പവാൻ വയോവൃദ്ധനാണെങ്കിലും ജ്ഞാനവൃദ്ധനുമാണ്. കിന്നര സ്ത്രീകളിലും വാനരന്മാരിലും യഥേഷ്ടം ഉത്തമ സന്താനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. വിധാതാവിൻ്റെ കൽപ്പന കേട്ട സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ഉരഗോത്തമന്മാർ, ചാരണന്മാർ, ഋഷ്യവര്യന്മാർ മുതലായവർ വീരപരാക്രമികളായ തനയന്മാരെ വാനരാകാരത്തിൽ സൃഷ്ടിച്ചു. വാനോർ നായകന് തുല്യശക്തനായ ഭാലി എന്നു പേരായ വാനരേന്ദ്രൻ, ഉജ്ജ്വലാഭ എഴുന്ന ഭാസ്കരദേവന് സുഗ്രീവൻ, ദേവഗുരുവായ ബൃഹസ്പതിക്ക് മഹാനായ താരൻ എന്ന കപിവരൻ, കുബേരപുത്രനായി പിറന്ന വാനരേശ്വരൻ ഗന്ധമാദനൻ, സർവ വാനര മുഖ്യന്മാരിലും ബുദ്ധിമാനായ നളൻ എന്ന മഹാഹരി വിശ്വകർമ്മ സുതനുമാണ്. അഗ്നി സദൃശോജ്വലനായ പാവകാത്മജൻ നീലകനാകട്ടെ തേജസ്സിലും കീർത്തിയിലും വീര്യത്തിലും വാനരമുഖ്യനായി തീർന്നു. മനോമോഹന വടി വീയുന്നവരായ അശ്വിനി ദേവകളുടെ തനയന്മാരുടെ പേർ മൈന്ദനെന്നും ദിവിതനെന്നും. വരുണദേവന്റെ പുത്രന് സുഷേഷണൻ എന്നു പേർ. പർജന്യപുത്രൻ മഹാബലശാലിയായ ശരഭൻ, വജ്രതുല്യ ശരീരവും ഗരുഡതുല്യ വേഗതയുമുള്ള രുദ്രപുത്രൻ ശ്രീ ഹനുമാൻ, സർവവ്യാപിയുമായ വായുസുതനെന്ന പ്രഖ്യാതിയും ആർജിച്ചു. ഇങ്ങനെ ലക്ഷോപലക്ഷം വാനരന്മാർ ദേവപുത്രന്മാരായി പിറന്നു കഴിഞ്ഞു. ത്രിലോകകണ്ഠകനായ ദശഗ്രീവ നിധനമാണ് അവരുടെ ലക്ഷ്യം. അമേയ ബലവാന്മാരും പരാക്രമശാലികളുമായ ആ വീരന്മാർ കാമരൂപികളായിരുന്നുവെന്നത് ഓർക്കണം. അതിശക്തരായ അവർ അചല സദൃശമോ ഗജതുല്യമോ ദേഹവലിപ്പമുള്ളവരാണ്. ഏതു ദേവന്റെ പുത്രനായി ജനിച്ചുവോ ആ കപിവരൻ ആ ദേവന്റെ പരാക്രമവും രൂപവും ആർന്നവനായി. ഇങ്ങനെ കരടി രൂപകളും വാനരരൂപികളുമായി പിറന്നവരുടെ സംഖ്യ തന്നെ അപാരമാണ്. ദേവന്മാർ, മാമുനീശ്വരന്മാർ, ഗന്ധർവന്മാർ, കീർത്തിയേറിയ ഖഗവരന്മാർ, ശക്തരായ യക്ഷന്മാർ, നാഗശ്രേഷ്ഠന്മാർ, കിന്നരന്മാർ, വിദ്യാധരന്മാർ, സിദ്ധന്മാർ തുടങ്ങിയവർക്കെല്ലാം സുമഹാകായന്മാരായ വനചാരികൾ ജനിച്ചു കഴിഞ്ഞു. ശ്രേഷ്ഠകളായ അപ്സര സ്ത്രീകൾ, വിദ്യാധരികൾ, നാഗകന്യകകൾ, ഗന്ധർവ സുന്ദരികൾ എന്നിവരിലാണ് കാമരൂപികളും ബലശാലികളും സ്വേച്ഛാസഞ്ചാരികളും അഹങ്കാര ശക്തികളാൽ സിംഹധാർദൂല തുല്യങ്ങളുമായ ഹരിശ്രേഷ്ഠന്മാർ ജനിച്ചത്. കല്ലും മലയും വൃക്ഷങ്ങളും എടുത്ത് അടരാടുവാൻ കഴിവുള്ള അവരെല്ലാം സർവ അസ്ത്രശസ്ത്ര പ്രയോഗ ചതുരന്മാരുമായിരുന്നു. ദംഷ്ട്രകളും നഖങ്ങളും പ്രധാന ആയുധങ്ങൾ. മഹാശൈലങ്ങളെ കുലുക്കും, മാമരങ്ങളെ പിളർക്കും, നദീശനായ മഹാസാഗരത്തെ ഊക്കുകൊണ്ട് കലക്കും, പാദപതനത്താൽ പാരിടം പിളർക്കും, വങ്കടലുകൾ ചാടിക്കടക്കും, സ്വച്ഛന്തം അംബര തലത്തിലേക്ക് ഉയർന്ന് മേഘമാലകളെ പിടിക്കും, മതിച്ചോടുന്ന മഹാഗജങ്ങളെ സലീലം തടുത്തു നിർത്തും, വാനിടത്തിൽ വിഹരിക്കുന്ന പക്ഷികളെ അലർച്ച ശക്തി കൊണ്ട് മാത്രം വീഴിക്കും. ഇങ്ങനെയാണ് വമ്പന്മാരായ ആയിരം വാനര പ്രമുഖന്മാർ വൻ കാട്ടിൽ എത്തിയത്. യൂതപ മുഖ്യന്മാരിൽ പ്രധാനികളായ ആ കപിസത്മന്മാരിൽ ചിലർ മാമല പാർശ്വങ്ങളിലും പല വിധത്തിലുമുള്ള മഹാഗിരികളിലും മഹാരണ്യങ്ങളിലും യഥേഷ്ടം വസിച്ചു. ഭാസ്കരപുത്രനായ സുഗ്രീവനും ദേവേന്ദ്രസൂനുവായ ഭാലിയും സഹോദരന്മാരാണ്. അവരുടെ നേതൃത്വത്തിൻ്റെ കീഴിലായി വാനരമുഖ്യന്മാരെല്ലാം അണിനിരന്നു. ഗരുഡ തുല്യ ശക്തരായ നളൻ, നീലൻ, ഹനുമാൻ മുതലായവർ കൂടി
രാജാവായി തീർന്നു. ബാലിസുഗ്രീവന്മാർ സിംഹങ്ങൾ, വ്യാഘ്രങ്ങൾ, ഉരകങ്ങൾ എന്നീ ദുഷ്ടജീവികളെ മർദ്ദിച്ചുകൊണ്ട് വാനര സൈന്യം യഥേഷ്ടം വിഹരിച്ചു. കയ്യൂക്കുകൊണ്ട് കപികളെ മാത്രമല്ല വൃക്ഷങ്ങളെയും അഥവാ കരടികൾ, പുച്ഛ വാനരങ്ങളെയും കീഴടക്കി ഭരിച്ചു വന്നു. കാടും മാടും ആഴിയുമൊത്ത് ചേർന്ന പാരിടത്തിൽ എല്ലാം ഉത്തമ ലക്ഷണാന്വിതരായ ആ ശൂരന്മാർ നിറഞ്ഞു. മേഘമാലകൾ, അചല ശൃംഗങ്ങൾ എന്നിവയെപ്പോലെ രൂപമാർന്ന ആ അത്ഭുത ബലശാലികൾ ശ്രീരാമ സഹായത്തിന് തയ്യാറായി പാരിടത്തിൽ പരന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.